പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കും എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും വന്ദനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കർത്താവായ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായി ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്താൽ ആ വ്യക്തിയെ നാം നിരസിക്കുന്നുവെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവ് അനേകം രോഗികളെ സുഖപ്പെടുത്തുന്ന അത്ഭുത സമയമായി, അത്ഭുത മണിക്കൂറുകളെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഒരു വ്യക്തി അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ആ വ്യക്തിക്കുണ്ടായ അനുഭവം എഴുതി രേഖപ്പെടുത്തിക്കുന്നത് ശ്രദ്ധിക്കുക. അഞ്ജു മേരി സെബാസ്റ്റ്യൻ ആണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ പേര് അനുജ. 6 വയസ്സുള്ള അഞ്ജു മേരി എന്ന കുട്ടിക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. കഴിഞ്ഞ 3 വർഷമായി വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടും കൊണ്ട് ഞങ്ങൾ വിഷമിക്കുകയായിരുന്നു. 2006 ഡിസംബർ 31 അഭിഷേകാഗ്നിയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ നാമം വിളിച്ചപേക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ
ഞങ്ങൾ കുടുംബസഹിതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളുടെ കുട്ടിക്ക് സൗഖ്യമുണ്ടായി. അവൾ പിറ്റേ ദിവസം മുതൽ പൂർണ്ണ സൗഖ്യമുള്ളവളായി. ഇന്ന് അവളെ അസുഖം ഒട്ടും അലട്ടുന്നില്ല. 5 മേരി സെബാസ്റ്റിന് വേണ്ടി അനുജ സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 3 വർഷമായ ചുമയും കഫക്കെട്ടും യേശുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയി. പിറ്റേ ദിവസം മുതൽ കുട്ടി പൂർണ്ണ സൗഖ്യമുള്ളവളായി. എന്താ മറ്റൊരു വ്യക്തിയുടെ അനുഭവം. എൻ്റെ പേര് ലില്ലി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര രൂപതയിൽപ്പെട്ട ഒരു അംഗമാണ്. അഭിഷേകാഗ്നി പ്രോഗ്രാം സ്ഥിരമായി കാണാൻ സാധിച്ചിരുന്നില്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാനത് കണ്ടുകൊണ്ടിരുന്നു. 2006 സെപ്റ്റംബർ മാസത്തിൽ എനിക്ക് ന്യൂമോണിയ വന്നു. 1 മാസത്തിലധികം ചികിത്സിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഇനി കുറേ കാലം ശ്രദ്ധിക്കണം, കുറഞ്ഞത് 6 മാസമെങ്കിലും പനിയോ ജലദോഷമോ മറ്റ് കാര്യങ്ങളോ വരാതെ സൂക്ഷിക്കണം. എന്നാൽ നവംബർ 1-ാം തീയതി തന്നെ വീണ്ടും ജലദോഷവും പനിയുമായി ഞാൻ പീഡ അനുഭവിക്കാൻ തുടങ്ങി. ആശുപത്രിയിൽ പോകാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഡോക്ടർ വഴക്ക് പറയുമെന്നുള്ള ഭയം. 5-ാം തീയതി ആയപ്പോൾ അസ്വസ്ഥതയും ക്ഷീണവും കൂടി, പനി വർദ്ധിച്ചു. അന്ന് അഭിഷേകാഗ്നി പ്രോഗ്രാം നടക്കുന്ന ദിവസമായിരുന്നു. അന്ന് രാത്രി 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ അച്ഛനോട് ചേർന്ന് സഹിയോൻ ശുശ്രൂഷകളോട് ചേർന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. രോഗശാന്തിയെക്കുറിച്ചുള്ള സാക്ഷ്യം എന്നെ വളരെ സ്പർശിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് വിശ്വാസമുണ്ടായി. അങ്ങനെ വിശ്വാസത്തോടുകൂടെ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് യേശുവിൻ്റെ നാമം വിളിച്ചു. ഞാനും എൻ്റെ കുടുംബവും ശക്തമായി യേശുവിനെ ആരാധിച്ചു. അന്ന് രാത്രി തന്നെ സൗഖ്യം വേണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്കുണ്ടായിരുന്ന പനിയും ജലദോഷവും അന്ന് രാത്രി തന്നെ വിട്ടുപോയി. പിറ്റേ ദിവസം മുതൽ ഞാൻ പൂർണ്ണ സൗഖ്യമുള്ളവളായി. എൻ്റെ യേശുവിന് 1000 നന്ദി സ്തുതിയും. ഇപ്പോൾ ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാം സ്ഥിരം കാണുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ദൈവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടുതൽ ഈ പ്രോഗ്രാം വഴി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ നിരവധി കുടുംബങ്ങളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അന്ന് തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ശക്തമായ വീര്യപ്രവൃത്തികളും ചെയ്ത് തൻ്റെ സ്നേഹത്തെയും വാത്സല്യത്തെയും വെളിവാക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകും എന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷം മക്കളെ കണ്ണടച്ച് വിശ്വാസത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിക്കുക, സർവശക്തൻ്റെ നാമത്തെ വിളിക്കുക, ജീവിക്കുന്ന കർത്താവിൻ്റെ നാമത്തെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലതരത്തിലുള്ള പീഡകൾ, പകർച്ചവ്യാധികൾ, പലതരത്തിലുള്ള ശത്രുപീഡകൾ, ഉപദ്രവങ്ങൾ, മനോവിഷമങ്ങൾ, നിരാശകൾ, ആത്മഹത്യാ ചിന്തകൾ കർത്താവെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര ശ്രമിച്ചിട്ട് ജോലിയില്ലാത്തവർ, എത്ര ശ്രമിച്ചിട്ട് വിവാഹം നടക്കാത്തവർ, ഭവന നിർമ്മാണം തടസ്സപ്പെട്ട് കിടക്കുന്നവർ ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതം കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര പ്രാർത്ഥിച്ചിട്ട് മക്കളെ ലഭിക്കാത്ത കുടുംബങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ മക്കളെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിധവകളായ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനാഥരെയും അഗതികളായവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കും എന്ന വചനത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ ബന്ധനത്തിലിരിക്കുന്ന ആത്മാക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അഗതിക്ക് വസിക്കാൻ അവിടുന്ന് ഇടം നൽകുന്നെന്ന വചനത്താൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒട്ടും സ്ഥലമില്ലാതെ അഗതികളായിരിക്കുന്നവർക്ക് ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ഇടം ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഞാനും നിങ്ങളും ജീവിക്കുന്ന കർത്താവിൻ്റെ ഒരു ശുശ്രൂഷകനെ പരിത്യജിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, ഞാനും നിങ്ങളും വസിക്കുന്ന ദേശത്ത് ഉണ്ടാകാവുന്ന തിന്മകളെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായം, അവിടെ മോശ പ്രവാചകനും അഹറോനും എതിരായി ജനം കലാപത്തിന് വേണ്ടി അണിനിരക്കുന്ന രംഗം നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായം 250 നേതാക്കന്മാരും അസംഖ്യം ജനങ്ങളും മോശയ്ക്കും അഹറോനും എതിരെ വലിയ കലാപത്തിന് വേണ്ടി അണിനിരക്കുന്നതാണ് കാണുന്നത്. മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ
അവരുടെ ഒരു കഴുതയെ പോലും ഞാൻ എടുത്തിട്ടില്ല, അവരിൽ ആരെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ നാമത്തിൽ നിഷ്കളങ്കമായി പ്രതിഫലമെന്നെ ശുശ്രൂഷ ചെയ്ത മോശയും അഹറോനും ഇപ്പോൾ കഠിനമായൊരു പ്രതികൂലത്തെ നേരിടുകയാണ്. ജനം മുഴുവൻ 250 നേതാക്കന്മാരുടെ കീഴിൽ അണിനിരന്ന് മോശയ്ക്കും അഹറോനുമെതിരായി വിമതക്കൊടി ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് മോശ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞാൻ അവർക്കെതിരായി ഒരു ദ്രോഹം പോലും ചെയ്തിട്ടില്ല, ഒരു ചെരുപ്പിൻ്റെ കഷ്ണം പോലും എടുത്തിട്ടില്ല. ഇങ്ങനെ തൻ്റെ നിരപരാധിത്വം ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞ് മോശ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ശക്തി ആ പ്രദേശത്തേക്ക് ഇറങ്ങി. 250 നേതാക്കന്മാരെയും അഗ്നി ഇറങ്ങി ദഹിപ്പിച്ച് കളഞ്ഞു. ദാത്താൻ, അബീറാം, കോറഹ് തുടങ്ങിയ വിമത നേതാക്കന്മാരുണ്ടായിരുന്നു. അവരെ ഭൂമി പിളർന്ന് ഭൂമി വിഴുങ്ങിക്കളഞ്ഞ് ജനം വീണ്ടും മോശയ്ക്കും അഹറോനും എതിരായി പിറുപിറുത്തു. ഞങ്ങളുടെ നേതാക്കന്മാരെ കൊന്നു എന്ന് പറഞ്ഞ് വീണ്ടും ജനം മോശയ്ക്കും അഹറോനും എതിരായി പിറുപിറുത്തു. അപ്പോൾ ആ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടു. 14,700 പേര് മരിച്ചു. അപ്പോഴേക്കും മോശയും അഹറോനും കർത്താവിൻ്റെ സന്നിധിയിൽ കമിഴ്ന്നു വീണ്, കർത്താവേ, ഈ ജനത്തോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. മോശയും അഹറോനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി. മരണം നിലച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഗ്നിബാധ, പ്രകൃതിക്ഷോഭങ്ങൾ, മഹാമാരി, ഇതെല്ലാം ആ സമൂഹത്തെ വേട്ടയാടുന്നതാണ് സംഖ്യയുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. കാരണം ദൈവം തെരഞ്ഞെടുത്ത, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിർത്തിയ, യഹോവയുടെ പക്ഷത്ത് നിന്ന് വേല ചെയ്തിരുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ആ ജനം നിന്ദിക്കുകയും ധിക്കരിക്കുകയും നിഷേധിക്കുകയും ഭർസിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ആ ജനത്തിൻ്റെ മേൽ വലിയ തിന്മയായി മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതകാലത്ത് ഗൗരവമേറിയ ഒരു സംഗതി ശ്രദ്ധിക്കണമെന്ന് ദൈവം വിശുദ്ധ ലിഖിതത്തിലൂടെ കൽപ്പിച്ചിട്ടുണ്ട്. അത് നിയമാവർത്തന പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യമാണ്. യഹോവയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയുണ്ടെങ്കിൽ, യഹോവയുടെ പക്ഷത്ത് ചേർന്ന് യഹോവയുടെ വേല ചെയ്യുന്നൊരു വ്യക്തിയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ ഈ ഭൂമിയിൽ വസിക്കുന്നിടത്തോളം കാലം അവരെ അവഗണിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ലേവ്യരെ നിങ്ങൾ അവഗണിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിങ്ങൾ ഈ ഭൂമിയിൽ വസിക്കുന്നിടത്തോളം കാലം അങ്ങനെയുള്ള ദൈവത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്നവരെ അവഗണിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ അവഗണിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം, നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. നീതിമാന്മാരെ ദോഷിക്കുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. അത് ഇസ്രായേൽ നാട്ടിൽ ദോഷിച്ചാലും അത് കേരള നാട്ടിൽ ദോഷിച്ചാലും ഒരുപോലെ തന്നെ നീതിമാന്മാരെ ദോഷിക്കുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. ഹല്ലേലൂയ. എന്താണ് ഈ അടുത്ത കാലത്ത് കേരള നാട്ടിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിച്ച് ആരെയും ദ്രോഹിക്കാതെ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഇന്ന് വേട്ടയാടുന്ന ഒരു കുഞ്ഞാടിനെ ചെന്നായി വേട്ടയാടുന്നത് പോലെ വേട്ടയാടുന്ന രംഗമല്ലേ കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഏത് ജാതിയിൽപ്പെട്ടവനായാലും, നീ ഏത് മതത്തിൽപ്പെട്ടവനായാലും, നീ ഒരു കാര്യം മനസ്സിലാക്കണം. യെശയ്യായുടെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം നിന്റെ മേൽ അന്വർത്ഥമാവുക തന്നെ ചെയ്യും. അഹന്തയും അഹങ്കാരവുമുള്ള എല്ലാറ്റിനും എതിരായ ഒരു ദിനമുണ്ട്. യെശയ്യായുടെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം, മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അറുതി ഉണ്ടാകും. മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അറുതി വരും. ഗർവിഷ്ഠൻ വിനീതനാക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചാഞ്ഞിരിക്കുന്ന ഞാങ്ങണ എന്ന് കരുതി ദൈവത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിച്ച് ദൈവവേലയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെയും ദൈവത്തിൻ്റെ ദാസിമാരെയും നിന്ദിക്കുന്നവരെ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാൻ ദൈവമായ കർത്താവ് ആവശ്യപ്പെടുന്ന സംഗതിയുണ്ട്. ദൈവത്തിൻ്റെ നീതിമാന്മാരെ ദോഷിക്കുന്നത് തോട്ടിമുള്ളിൽ തൊഴിക്കുന്നത് പോലെ ഇരിക്കുമെന്ന് ഓർത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനെല്ലാം ഒരു അറുതിയുണ്ട്. നീ ഒരു രാഷ്ട്രീയ നേതാവാകട്ടെ, ഇന്ന് നിന്റെ ഭരണം, നീ ഇന്ന് ഭരണത്തിലിരിക്കുന്നവനാകട്ടെ, നീ എക്കാലത്തും ഭരണത്തിൽ ഇരിക്കുമെന്ന് വിചാരിക്കരുത്. നിന്റെ ഭരണത്തിനൊരു അറുതിയുണ്ട്.
നീ ഒരു ഉദ്യോഗസ്ഥനാണെന്നിരിക്കട്ടെ, നിന്റെ ഉദ്യോഗ നാളുകൾക്ക് ഒരു അറുതിയുണ്ട് എന്ന് ഓർത്തുകൊള്ളുവിൻ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഏത് ജീവിതാവസ്ഥയിൽപ്പെട്ടവനായാലും, നീ ഏത് അവസ്ഥയിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, നീ ഒരു കാര്യം മറക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ അഹംഭാവത്തിന് കാരണമായ സംഗതികളെല്ലാം നിന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. എന്നാൽ ജീവിക്കുന്ന കർത്താവ് ഇന്നും എന്നേക്കും നിലകൊള്ളും. ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ നാമത്തിൽ നിലകൊള്ളും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവിൻ്റെ നാമത്തെ ദോഷിക്കുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. ഇത് സങ്കീർത്തന പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്ന എങ്ങനെയാണ് ഈ അഗ്നിബാധകൾ, പ്രകൃതിക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ, ഇത് ആ നാടിനെ വേട്ടയാടുന്ന രംഗമാണ് കാണുന്നത്. കേരള നാട്ടിൽ ദൈവമായ കർത്താവിൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അതിർവരമ്പുകളില്ലാതെ പീഡിപ്പിക്കുന്ന ചരിത്രം തുടർന്നാൽ ഈ കേരള നാട്ടിലും പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങളും അഗ്നിബാധകളും വന്ന് ജനത്തിൻ്റെ സമാധാനം കെട്ടുപോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതകാലത്ത് ഒരിക്കലും യഹോവയുടെ പക്ഷത്ത് നിലയുറപ്പിച്ച്, ദൈവത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിച്ച് ദൈവവേല ചെയ്യുന്ന ഒരു ദൈവദാസനെ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ലിഖിതങ്ങൾ ദൈവമക്കൾക്ക് നൽകുന്ന വളരെ വ്യക്തമായൊരു വെളിപ്പെടുത്തലുണ്ട്. ഒരു പക്ഷേ ദൈവികമായ മാർഗത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നാൽ പോലും അത് അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ വിളിച്ചാൽ അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 49-ാമത്തെ അധ്യായത്തിൽ ലേവി പുത്രന്മാരെ കുറിച്ചൊരു പ്രബോധനമുണ്ട്. യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചപ്പോൾ ലേവിയുടെ ചില തോന്നിവാസങ്ങൾ കണ്ട് മനം മടുത്ത യാക്കോബ് ലേവിയെ അനുഗ്രഹിക്കുകയല്ല, ശപിക്കുക അത്രേ ചെയ്തത്. യാക്കോബ് അവരുടെ നേരെ ഇങ്ങനെ പറഞ്ഞു. ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം: അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശപിക്കപ്പെടട്ടെ. ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കും, ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. പിതാവായ യാക്കോബ് ലേവി എന്ന് പറയുന്ന ഒരു പുത്രനെ അനുഗ്രഹിക്കുന്നത് പോലെ ശപിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. പക്ഷേ ലേവി യഹോവയുടെ അടുത്തേക്ക് ചെന്നു. യഹോവയുടെ സന്നിധിയിൽ ഹൃദയം നുറുങ്ങി പറഞ്ഞു. തൻ്റെ വേദനകളെല്ലാം യഹോവയോട് പങ്കിട്ടു. അവൻ യഹോവയോട് ചേർന്നു. അവൻ യഹോവയുടെ മനസ്സിൽ മുമ്പിൽ വേദന തുറന്നു വെച്ചു. അപ്പോൾ യഹോവ അവനെ അനുഗ്രഹിച്ചു. യഹോവ അവനോട് പറഞ്ഞു, നിനക്ക് ഞാൻ തന്നെ ഓഹരി. ഇസ്രായേൽ നാട്ടിൽ, ഈ ലോകത്തിൽ നീ എവിടെ ചെന്നാലും നിന്റെ ഓഹരി ഞാനായിരിക്കും. യഹോവയുടെ അങ്കണത്തിൽ കർത്താവിൻ്റെ ആലയത്തിൽ യഹോവ അവരെ പരിപാലിക്കുന്നു. സംഖ്യയുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ 20-ാം വാക്യം: യഹോവയുടെ അങ്കണത്തിൽ, യഹോവയുടെ ആലയത്തിൽ യഹോവ അവരെ പരിപാലിക്കുന്നു. നിയമാവർത്തന പുസ്തകം 12:19 എന്നിട്ട് യഹോവ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു: ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ലേവ്യരെ അവഗണിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പക്ഷേ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ ബലഹീനത ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ദൈവം തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണെങ്കിൽ, ദൈവം ആഗ്രഹിച്ച് ദൈവം തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ശാപത്തെ പോലും ദൈവം അനുഗ്രഹമാക്കി മാറ്റും. നീതിമാൻ 7 തവണ വീണാലും കർത്താവ് വീണ്ടും അവനെ എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നീതിമാൻ 7 തവണ വീണാലും കർത്താവ് വീണ്ടും അവനെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നീതിമാന്മാരെ ദോഷിക്കുന്നവരാകട്ടെ ശിക്ഷാവിധിയെ സ്വീകരിക്കേണ്ടി വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് വേല ചെയ്യുന്ന ഒരു വ്യക്തിയെ നിഷേധിക്കാനോ നിന്ദിക്കാനോ ഒരിക്കലും ഇടവരാതിരിക്കട്ടെ. ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ലായിരിക്കും, ഒരുപക്ഷെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ നിന്ദിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സർവശക്തനായ ദൈവമേ,
ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതകാലത്ത് ഒരിക്കലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വേല ചെയ്യുന്ന, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകനെയും നിന്ദിക്കാതിരിക്കാൻ, ഒരു ശുശ്രൂഷകനെയും വേദനിപ്പിക്കാതിരിക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. എന്നെയും എൻ്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന അപ്പോസ്തലനെ വേദനിപ്പിച്ചു എന്നൊരു പാപം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ആരോപിക്കപ്പെടാതിരിക്കട്ടെ. അതിനുവേണ്ടി ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവനിന്ദയ്ക്കും ദൈവിക ശുശ്രൂഷയെ നിന്ദിച്ചും ശിക്ഷാവിധിക്ക് പാത്രീഭൂതമാകത്തക്ക വിധം ശാപത്തിൻ്റെ വഴികളിലൂടെയാണ് നടന്നിട്ടുള്ളതെങ്കിൽ ഈ നിമിഷങ്ങളിൽ അനുതപിക്കുന്നു, ഈ നിമിഷങ്ങളിൽ നിങ്ങൾ പശ്ചാത്തപിക്കുന്നു. ദൈവമേ, കൃപയുടെ അഭിഷേകത്തെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റിലേക്ക് വഴുതിപ്പോയവർ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഈ പ്രാർത്ഥനകൾ ദൈവമക്കൾക്ക് അനുഗ്രഹമായി മാറട്ടെ. ആമേൻ. ദിവ്യകാരുണ്യനാഥനായ യേശു കർത്താവിൻ്റെ മുമ്പിൽ ഈ നിമിഷങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവീക ശുശ്രൂഷ ദൈവം വരദാനമായി ഭൂമിക്ക് നൽകുന്ന അനുഗ്രഹമാണ്. ദൈവ ശുശ്രൂഷയുള്ള ഒരാൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് ഈ ഭൂമിക്ക് അനുഗ്രഹമാണ്. ദൈവ ശുശ്രൂഷകൻ ഒരു കുടുംബത്തിൻ്റെയോ ഒരു സമുദായത്തിൻ്റെയോ ഒരു ദേശത്തിൻ്റെയോ മാത്രം ആളല്ല. ദൈവ ശുശ്രൂഷകൻ ഈ ഭൂമി മുഴുവനും വേണ്ടി കർത്താവ് ഉയർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹ സാന്നിധ്യം അത്രയും. ഈ ഭൂമിക്ക് മുഴുവനും വേണ്ടിയുള്ള അനുഗ്രഹമാണ് ഒരു ശുശ്രൂഷകനിലൂടെ കർത്താവ് ചൊരിയുന്നത്. ആ ശുശ്രൂഷകനെ ഒരു ദേശം പീഡിപ്പിച്ചാൽ, ആ ശുശ്രൂഷകനെ ഒരു ദേശം കല്ലെറിഞ്ഞാൽ, ആ ദേശം ദൈവസന്നിധിയിൽ തിരസ്കരിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ നിമിഷങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവിക ശുശ്രൂഷാ മേഖലകളിൽ വ്യാപരിച്ച ഞങ്ങളുടെ ഈ നാട്ടിലുള്ള ദൈവമക്കളെ ഞങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പകർച്ചവ്യാധികൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പിൻവലിക്കണമേ. അനർത്ഥങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പിൻവലിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നാട്ടിൽ അവിടുന്ന് അത്ഭുത കൃപാവരങ്ങൾ നൽകി ദൈവിക കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കൃപകൾ നൽകി ദേശത്തെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സമൂഹങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ദൈവിക ശുശ്രൂഷകളോട് മല്ലടിക്കുന്ന വിപരീതമായ വഴികളിലൂടെ ദൈവിക ശുശ്രൂഷ മറതൊരിച്ച് നിൽക്കുന്ന അവസ്ഥയുള്ള മക്കളുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ ആ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ ദൈവിക ശുശ്രൂഷകൾ വിപരീതമാക്കുന്ന അരൂപികളെ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. ആ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്നു. അന്ധകാര സേനകൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. വിപരീത ശക്തികൾ കുടുംബങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാപങ്ങൾ വിട്ടുപോകട്ടെ. കർത്താവെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അത്ഭുത അഭിഷേകം നൽകണമേ. സ്വർഗത്തിൽ നിന്ന് അത്ഭുത ശക്തി വർഷിക്കണമേ. ദൈവനാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ബഹുമാനിക്കാനുള്ള അഭിഷേകം നൽകണമേ. ദൈവിക ശുശ്രൂഷകരെ കൂടുതൽ ഞങ്ങളുടെ നാട്ടിലേക്ക് അയക്കണമേ. ദൈവിക ശുശ്രൂഷകൾ ഞങ്ങളുടെ നാട്ടിൽ കൂടുതൽ നൽകണമേ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ദേശത്തിൻ്റെ പാപത്തിന് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. ദേശത്തിൻ്റെ ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഈ ദേശത്തോട് കരുണയായിരിക്കണമേ. അങ്ങയുടെ ദാസീദാസന്മാരോട് കരുണയായിരിക്കണമേ. ജനത്തോട് കരുണയായിരിക്കണമേ. ഈ സമൂഹങ്ങളോട് കരുണയായിരിക്കണമേ. കേരളത്തോട് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേരളത്തിലെ എല്ലാ ശുശ്രൂഷകരോടും കരുണയായിരിക്കണമേ. ശുശ്രൂഷ കേന്ദ്രങ്ങളോട് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ശുശ്രൂഷകരെ ദോഷിക്കുന്നവരോട് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബിനു. ഞാൻ കരിമ്പയിൽ നിന്ന് വരുന്നു, ഇവിടെ അടുത്താണ്. 17 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ എന്നൊരു രോഗം ഉണ്ടായിരുന്നു. ഏകദേശം 1 വർഷത്തോളമായി എനിക്കത് 2 മെഡിസിൻ ഒന്നിച്ചെടുത്താൽ ഡാർട്ട് എന്നൊരു ഗുളിക ഞാനത് കഴിച്ചിട്ടുണ്ടിരുന്നു.
ഒരു തലവേദന വന്നാൽ 2 ഗുളിക എനിക്ക് ഒന്നിച്ച് കഴിച്ചാലും നിൽക്കുകയുള്ളായിരുന്നു. കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം 3 ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ദിവസം ഈ രോഗം ഉണ്ടാകുമായിരുന്നു. എൻ്റെ വലിയൊരു പ്രത്യേകത, എനിക്ക് രാത്രിയും പകലും ഒരുപോലെ ഈ രോഗം ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ 3 ഗുളിക കഴിച്ചുകൊണ്ട് ഞാനിത് നിന്നിരുന്നത്. ഇവിടെ ധ്യാനകേന്ദ്രത്തിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഒരു കട്ടിൽ കട്ടിലേൽ തലവണ ചെറുതായി പോയി. തലവണ ചെറുതാണെങ്കിൽ തന്നെ എനിക്ക് 100% ഉറപ്പാണ് എനിക്ക് തലവേദന ഉണ്ടാകുമെന്നുള്ള കാര്യം. ഇതുവരെ എനിക്ക് ഈ തലവേദന വന്നിട്ടില്ല. എന്നെ ഫസ്റ്റ് തന്നെ ആരാധന കയറിയ സമയത്ത് തന്നെ കർത്താവ് അത് എടുത്തു മാറ്റുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിരുന്നു. ഒരു പുറകുന്നു ഈ ഓട്ടോറിക്ഷയുടെയൊക്കെ പുറകെ തുറക്കുന്ന പോലെ ഈ തലയുടെ പുറകെ തുറക്കുകയും കുറേ കറുത്ത എന്തൊക്കെ അവിടുന്ന് എടുത്തു കളയുന്ന ഒരു അനുഭവം എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു. എൻ്റെ കർത്താവ് എൻ്റെ തലവേദന മാറ്റി ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്ത ഉണർവോടെ ഹല്ലേലൂയ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ